ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ പുതിയൊരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് സൈഫർ ലാബ്സ് അഥവാ DAI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്ന് മുതൽ നമ്മൾ എല്ലാവിധ എയർ ഡ്രോപ്പുകളുടെയും ലിങ്ക് ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. സോ ടെലഗ്രാമിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് DAI എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റിൻ്റെ ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിലാണ്. ഇതിലേറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോക്കൺ ഓൾറെഡി ലിസ്റ്റഡ് ആണ്. കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഏകദേശം $0.69 ഈ ഒരു ടോക്കൺ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോട്ടിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു നല്ല പ്രൊജക്റ്റും കൂടെയാണിത്. നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാവിധ സൈഡുകളും പരിശോധിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഇൻസെൻറ്റിവൈസ്ഡ് ടെസ്റ്റ്നെറ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് കുറച്ച് ടാസ്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ്നെറ്റിലെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പുകൾ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു എയർ ഡ്രോപ്പിന് റെഫറൽസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാം ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുഴപ്പമില്ലാത്ത റിവാർഡ് കിട്ടും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു എയർ ഡ്രോപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ജോയിനിങ് ലിങ്ക് ഞാൻ ടെലഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. സൈഫർ ടെസ്റ്റ്നെറ്റ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. ഇൻസെൻറ്റിവൈസ്ഡ് ടെസ്റ്റ്നെറ്റ് ആണ്. സോ ഈ ഒരു പേജിൽ വന്ന ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഞാനിവിടെ എൻ്റെ മെറ്റാമാസ്ക് വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇൻസെൻറ്റിവൈസ്ഡ് ടെസ്റ്റ്നെറ്റിൻ്റെ എപ്പോച്ച് 1 കഴിഞ്ഞു. ഇപ്പോൾ എപ്പോച്ച് 2 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ വാലറ്റ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേജിൽ തന്നെ കുറച്ച് ടാസ്കുകളുണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് സൈഫർ ടെസ്റ്റ്നെറ്റ് നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം അപ്രൂവ് ചെയ്യാം. ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ സൈഫറിൻ്റെ ടെസ്റ്റ്നെറ്റ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. ഇനി അടുത്തായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ DAIൻ്റെ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ക്ലെയിം ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെറ്റാമാസ്കിൽ വരുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ഫോസറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 100 പോയിൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ചെയ്യുന്ന എല്ലാ ടാസ്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഡെയിലി വൺസ് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമ്മളിവിടെ ഇവരുടെ ടെസ്റ്റ്നെറ്റ് ടോക്കൺസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്ലോയ് എൻക്രിപ്റ്റഡ് ERC20 ടോക്കൺ. ഇവരുടെ ടെസ്റ്റ്നെറ്റിൽ നമ്മളൊരു ERC20 ടോക്കൺ ഡിപ്ലോയ് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോക്കൺ നെയിമും അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു സപ്ലൈയും അതുപോലെ തന്നെ ഇഷ്ടമുള്ളൊരു ടിക്കറും കൊടുത്തതിന് ശേഷം നിങ്ങൾ ഡിപ്ലോയ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെറ്റാമാസ്കിൽ വരുന്ന ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഫോസറ്റ് ക്ലെയിം ചെയ്യുന്നതിന് 100 പോയിൻറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു ERC20 ടോക്കൺ ഡിപ്ലോയ് ചെയ്യുന്നതിന് 1000 പോയിൻറ്റ്സും കിട്ടുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഈ 2 ടാസ്കുകൾ മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. കുറച്ച് ടാസ്കുകൾ വേറെ കാണുന്നുണ്ട്, പക്ഷെ അതൊന്നും ലൈവ് അല്ല. ഭാവിയിൽ അവർ ഉടനെ തന്നെ ലൈവ് ആക്കുമായിരിക്കും. അപ്പം ഇതിനകത്ത് വരുന്ന ടാസ്കുകൾ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇപ്പം എനിക്ക് 1200 പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ DAIൻ്റെ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ബാലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഫുൾ ടെസ്റ്റ്നെറ്റ് ഫേസ് തീരുന്നത് വരെയും ഫുൾ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫുൾ ടാസ്കുകൾ ചെയ്ത് വെക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര പോയിൻറ്റ്സ് ഇതിൽ ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ടെസ്റ്റ്നെറ്റ് ഫേസിൽ ഇൻസെൻറ്റിവൈസ്ഡ് എപ്പോച്ച് 2 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എപ്പോച്ച് 3യും എപ്പോച്ച് 4ഉം കൂടെയാണുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മെയിൻനെറ്റിൽ ടാസ്കുകൾ കൊണ്ടുവരുമെന്നാണ് നമുക്കറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 എപ്പോച്ചുകളിൽ നിങ്ങൾ മാക്സിമം പോയിൻറ്റ്സ് ഏൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എത്രത്തോളം പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു AI പ്രൊജക്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ DCA ചെയ്ത് വാങ്ങിച്ചും വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സിമ്പിളായിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ള എയർ ഡ്രോപ്പുകൾ ചെയ്യുന്നതിനോടൊപ്പം തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.